എസ്തെറ്റിക് ലൈഫ് ഇന്ന് എത്തിയിട്ടുള്ളത് ഇൻസ്പയർ ബ്യൂട്ടി സലൂണിലാണ്. എന്നോടൊപ്പം ഉള്ളത് സന്ധ്യ ചേച്ചിയാണ്. നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങുമല്ലേ, റോസ് വാട്ടർ ഒക്കെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അത് പ്യുവർ ആണോ നാച്ചുറൽ ആണോ എന്നൊന്നും നമുക്ക് അറിയില്ല. സോ ഇന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറെ റോസാപ്പൂക്കളുമായിട്ട് വരും, അപ്പൊ എനിക്ക് നല്ല പ്യുവർ റോസ് വാട്ടർ ഉണ്ടാക്കി തരണമെന്നുള്ളത്. അതെ, അപ്പൊ ഇന്ന് ഉണ്ടാക്കി തരുമല്ലോ. പിന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ചേച്ചിക്ക് കൈമാറുകയാണ്. ഇന്ന് ഈ റോസാപ്പൂക്കൾ വെച്ച് എങ്ങനെയാണ് റോസ് വാട്ടർ ഉണ്ടാക്കുന്നത് അതല്ലേ കാണിക്കാൻ പോകുന്നത്? അതെ, നമുക്ക് ഇത് പ്യുവർ റോസ് ആണ്. ഇത് നമ്മൾ വാങ്ങിച്ചത് അല്ലേ. ഇതില് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് ഇത് എടുത്തെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിത് വേപ്പർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ മേടിച്ചോണ്ട് വരരുത് അല്ലേ, നമ്മളെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന റോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് അത് ആ ക്ലീനിങ്ങിലാണ് ഇരിക്കുന്നത്. ശരി, എന്തൊക്കെയാണ് ഇത് വാടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രോസസ് ഇല്ലല്ല, നോർമൽ വാട്ടറിൽ ക്ലീൻ ചെയ്യുക. ഇത് നന്നായിട്ട് ഇറുത്തെടുക്കുക, നോർമൽ വാട്ടറിൽ ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് വേപ്പർ ആയിട്ടാണ് ഇത് എടുക്കുന്നത്. ഓക്കെ, ആ വേപ്പറാണ് പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ. അപ്പൊ ആ ചെയ്യുന്ന പ്രോസസ് ഒന്ന് കാണാം അല്ലേ? അതെ, ശരി. നമുക്ക് ഓരോ ഇതിലായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം. നമുക്ക് ഇത്രയും ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കിങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഡബിൾ ബോയിലിംഗ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്റ്റാൻഡോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമല്ലോ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിങ്ങനെ കമത്തി വയ്ക്കുവാണ്, കാരണം ഡബിൾ ബോയിലിംഗ് മെത്തേഡ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഇതിങ്ങോട്ടിട്ട് കൊടുക്കാം. ഫ്ലവർ ഇതിൻ്റെ ചുറ്റിനും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് റോസ് വാട്ടർ കിട്ടണമല്ലോ, വേപ്പറായിട്ട് ഈ പാത്രത്തിലായിരിക്കും വീഴുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പാത്രം കൂടി ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുക. ഇത്രയും റോസിന് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഇതിൻ്റെ ചുറ്റിനും അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് കമഴ്ത്തി അടച്ചു കൊടുക്കണം, കാരണം ഇത് നല്ല ടൈറ്റായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ കമഴ്ത്തി അടച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഓൺ ചെയ്യാം. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് വേപ്പർ വീഴും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന, ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സാധനം ഇതിൻ്റെ പുറത്തോട്ട് വെക്കുക. അപ്പം കുറച്ചുകൂടി ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും. നമുക്ക് ഇങ്ങനെ ഇവിടെ വെയിറ്റ് വെക്കാൻ വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതൊരു വെയിറ്റ് ആയിട്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ആവിയൊന്നും പുറത്ത് പോകാൻ പാടില്ല, നല്ല ടൈറ്റായിട്ടിരിക്കണം ഇത്. കാരണം ആ ആവിയാണല്ലോ, ഈ പുറത്ത് പോകുന്ന ആവിയാണ് അതിൻ്റെ അകത്ത് വേപ്പറായിട്ട് വരുന്നത്. നമ്മൾ ഇത്രയും റോസ് ഇട്ടിട്ട് നമുക്ക് കുറച്ചേ കിട്ടത്തുള്ളൂ ഇതിൻ്റെ അകത്തുനിന്ന്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ആയിട്ടുണ്ട്. അത്രയും ഫ്ലവർ ഇട്ടപ്പോൾ നമുക്ക് കിട്ടിയത്, ഇതിൻ്റെ അകത്ത് വലിയ മണമൊന്നും കാണത്തില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ അവർ അതിൻ്റെ ഒരു പെർഫ്യൂം ആഡ് ചെയ്യുന്നതാണ് അതിൽ. അപ്പൊ ചേച്ചി, എനിക്ക് തരാനുള്ള റോസ് വാട്ടർ റെഡി ആയോ? ഫ്ലവറിൽ കിട്ടിയത് ഇത്രയാണ്. ഓക്കെ, ആ ഫ്ലവറിന്റെ കളേഴ്സ് എല്ലാം മാറി അല്ലേ? ഇവിടെ ഒന്ന് കാണിക്കാവോ? ഓക്കെ, അതിന്റെ കളർ എല്ലാം മാറി കുറച്ചുകൂടി ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുണ്ട്. അത് ബേബി പിങ്ക് കളർ ആയിട്ടുണ്ട്. അതായത് ആ ഒരു ഞാൻ കൊണ്ടുവന്ന റോസാപ്പൂവിന്റെ ആ ഒരു പിങ്കിഷ് ചേച്ചിയുടെ ഡ്രസ്സിന്റെ കളറായിരുന്നു, പക്ഷെ അത് മാറി ഇപ്പോൾ ഒരു ബേബി പിങ്ക് കളറിലായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ളൊരു റോസ് വാട്ടർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവോ? ഇല്ല, ഇതിൻ്റെ അകത്ത് ഒരു ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കാനുണ്ട്, നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്.
ഇതും കൂടിയാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് അല്ലേ? തണുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു 2 എണ്ണം. ഇത് ഇത്ര ക്വാണ്ടിറ്റി അനുസരിച്ചാണോ നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഇയും കൂടി ആഡ് ചെയ്യേണ്ടത്? ഇത് അങ്ങനെ നമ്മൾ ഇച്ചിരി കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് ഒക്കെ അങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണം ഒക്കെ ഒഴിക്കേണ്ടി വരും. ഓക്കെ, ഇതിപ്പോ ഒരു ഹാഫ് കപ്പ് അല്ലേ? കപ്പൊന്നും ഇല്ല, അതിൽ നിന്നും കുറച്ചേ ഉള്ളൂ. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും ഒത്തിരി അല്ലേ, അതിൽ ഒത്തിരി കിട്ടും എന്ന് വിചാരിക്കും. അതെ, കാരണം ഞാൻ കൊടുത്ത റോസാപ്പൂക്കൾ അത്രയും ഉണ്ടായിരുന്നു. ആ ഒരു ബൗളിനകത്ത് നിറഞ്ഞാണ് ഞാൻ ആ റോസാപ്പൂ കൊടുത്തത്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്ര മാത്രമാണ്. ഇനിയിപ്പോ ഇതിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് അത് പ്ലെയിൻ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമോ? എന്താണ് പ്ലെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ടോണർ ആയിട്ട് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി. നമ്മൾ വേറെ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകും എന്നുള്ളത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. സാധാരണ റോസ് വാട്ടറിൽ ചെറിയൊരു ഫ്രാഗ്രൻസ് നമുക്ക് കിട്ടും. പക്ഷെ അത് എനിക്കിപ്പോ ഇതിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം ഇതൊരു നാച്ചുറൽ ആയിട്ട് ചെയ്തത് കൊണ്ടാണ്. അവർ കുറച്ച് പെർഫ്യൂംസ് പോലെയുള്ള ഫ്ലേവേഴ്സ് ഒക്കെ കുറച്ച് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫ്രാഗ്രൻസ് കിട്ടുന്നത്. പക്ഷെ ഇത് വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റോസ് വാട്ടർ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ചേച്ചി, അടുത്തൊരു കണ്ടന്റുമായിട്ട് നമ്മൾ ഇനി വീണ്ടും എത്തുകയല്ലേ? പിന്നെ ഓക്കെ, ബൈ.